أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. نعم. أما بعد، فيقول المصنف رحمه الله: وإلا القياس على منسوخ فلا يجوز الاندفاع اعتبار الجامع بالنسخ. وقيل يجوز لأن القياس مظهر لحكم الفرع الكمين، ونسخ الأصل ليس نسخا للفرع. وإلا القياس على منسوخ എന്ന് പറഞ്ഞ മാതിരി മൻസൂഖിന്റെ മേലെ ഖിയാസാക്കലും ജായിസല്ല. ഒരു വിഷയം, ആ വിഷയം എന്താണ്? മൻസൂഖായി. ഇപ്പൊ ഉദാഹരണം പറയുമ്പോ നമ്മളൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. ഇപ്പൊ കള്ള് ഹംറ് ഹറാമാണ് എന്നുള്ളത് എന്ത് ചെയ്തു? ആളുടെ നെസ്ഖ് ചെയ്തു നോക്കുക. എന്നാ പിന്നെ അതിനോട് ഖിയാസാക്കി കാണ്ട് നബീദ് ഹറാമാണ് എന്ന് ഖിയാസാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റ് വിദേശ മദ്യങ്ങൾ അത് ഹറാമാണ് എന്ന് ഖിയാസാക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അതിന്റെ കാരണം എന്തായിരുന്നു? അത് ഈ ഇസ്കാർ എന്നുള്ള കാരണമായിരുന്നു. ഈ ഹംറ് ഹറാമാണ് എന്നുള്ളത് നെസ്ഖ് ചെയ്തതോടുകൂടെ ഇസ്കാർ എന്ന കാരണം അത് ഹുർമത്തിന് കാരണമല്ല എന്ന് വന്നു. പിന്നെ എങ്ങനെയാ നമ്മള് ഹംറ് ഒരു കാലത്ത് ഹറാമേനി, അന്ന് ഹറാമാകാനുള്ള കാരണം ഇസ്കാറേനി, ആ ഇസ്കാർ ഇതിലുണ്ട്, അപ്പൊ അത് ഹറാമാവണം എന്ന് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. വലായ ജൂസു. അപ്പോ മൻസൂഖിന്റെ മേലെ ഖിയാസ് പറ്റൂല. മഖീസലൈന്റെ ഹുക്കുമ്, അസുലിന്റെ ഹുക്കുമ് നസ്ഖ് ചെയ്തതോടുകൂടെ ആ ജാമ്യ അഥവാ ഇല്ലത്തല്ല, ഈ ഹുക്കുമിനെ ഇല്ലത്തല്ല എന്ന് വന്നു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ ഇല്ലത്ത് മുഖേന മറ്റൊന്നിന് ഹുക്കുമ് തുബൂത്താക്കുക? വഖീല യജൂസു ലിഅന്നൽ ഖിയാസ, മോല് പറയാണ്, ലിഅന്നൽ ഖിയാസ മുദ്ഹിറുൻ ലിഹുക്മിൽ ഫർഇൽ കമീൻ. കാരണം ഖിയാസ് എന്ന് പറഞ്ഞാൽ ഫർഇന്റെ ഹുക്കുമിനെ വാഹിറാക്കുന്നതായിരിക്കുന്ന സംഗതിയാണ്. ഫർഇലുള്ളതായിരിക്കുന്ന ഹുക്കുമ് സുബൂത്താക്കണ സംഗതിയല്ല. ഫർഇലുള്ളതായിരിക്കുന്ന ഹുക്കുമ് സുബൂത്താക്കണത് അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹുവിന്റെ ഖിതാബുല്ലാഹി കലാമുഹുൻ നഫ്സി അൽ അസലി അൽ ഖായിമ ബിദാതിഹി. അതാണ് ഏതൊരു ഹുക്കുമിന്റെയും മുസ്ബിത്ത്. അതാണ് ഖിയാസായാലും ആയത്തായാലും ഹദീസായാലും ഇജ്മാ ആയാലും അതൊക്കെ എന്താണ്? അത് നമുക്ക് മുദ്ഹിറാക്കുന്ന, ആ ഹുക്കുമിനെ മനസ്സിലാക്കി തരുന്നതായിരിക്കുന്ന മുദ്ഹിറ. അപ്പോ ഒരു പറയാണ്, ഇത് ഈ മഖീസ് അലൈന്റെ ഹുക്കുമും മഖീസിന്റെ ഹുക്കുമും തമ്മിൽ എന്തില്ല? യാതൊരു ബന്ധവുമില്ല. മഖീസ് അലൈന്റെ ഹുക്കുമാണ് മഖീസിന്റെ ഹുക്കുമിനെ സുബൂത്താക്കണത് എന്ന് പറയാൻ പറ്റില്ല. മഖീസ് അലൈന്റെ ഹുക്കുമ് ആണ് ഖിയാസ് മുഖേന മഖീസില് ഹുക്കുമുണ്ട് എന്ന് അറിയിച്ചു തരുന്നത് എന്നേ ഉള്ളൂ. എന്നല്ലാതെ അത് രണ്ടും തമ്മിൽ എന്തില്ല? ഹുക്കുമില് ഫർഇന്റെ ഹുക്കുമ് അസുലിന്റെ ഹുക്കുമ് കൊണ്ട് സുബൂത്തായതാണ് എന്ന് പറയാൻ പറ്റൂല. എന്ന് വെക്കുമ്പോൾ അസലിന്റെ ഹുക്കുമ് നസ്ഖ് ചെയ്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഫർഇന് ഹുക്കുമില്ലാതെക്കൂല. لأن القياس مظهر لحكم الفرع الكمين، ونسخ الأصل ليس نسخا للفرع. അസലിനെ അഥവാ മഖീസ് അലൈന്റെ ഹുക്കുമിനെ നസ്ഖ് ചെയ്യല് അതെന്താവൂല? മഖീസിന്റെ ഹുക്കുമിന്റെ നസ്ഖാവൂല. خلافا للمعممين جواز القياس في المستثنيات المذكورة وقد تقدم توجيهه. ഞാൻ പറയുന്നു എന്ത്? ഖിയാസ് ഹുജ്ജത്താണ് ആദിയായ ഖിൽഖിയായ അഹ്കാമിൽ ഒഴിച്ച് എല്ലാ ഓരോ ഹുക്കുമിലും ഒഴിച്ചും, അതുപോലെ എന്താണ് ഒരു
നസ്ഖ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഹുക്കുമ് നസ്ഖ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന അസ്ലിന്റെ മേലിൽ ഖിയാസാക്കൽ ഒഴിച്ചു അതൊന്നും ഹുജ്ജത്തല്ല. അതല്ലാത്തോടത്ത് ബാക്കിയുള്ളിടത്താണ് ഖിയാസ് ഹുജ്ജത്താകുക എന്ന് ഞാൻ പറയുന്നത് ഖിലാഫൻ ലിൽ മുഅമ്മിമീന, മുഅമ്മിമീങ്ങൾക്കെതിരായിട്ടാണ്. ചിലര് എന്താക്കുന്നുണ്ട്, ഖിയാസിന്റെ ഹുജ്ജിയത്തിനെ, ഖിയാസിന്റെ ജവാസിനെ ഓല് ഈ നമ്മൾ ഇസ്തിസ്ന ചെയ്തതായിരിക്കുന്ന വിഷയങ്ങളിലേക്കും ഓല് വ്യാപിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചിലവര് പറയുന്നുണ്ട് ആദിയായ ഖിൽഖിയായ അഹ്കാമിന് ഹുജ്ജത്താണ്, അതുപോലെ എല്ലാ ഹുക്കുമും ഇത് ഖിയാസ് കൊണ്ട് സുബൂത്താവാം, അതുപോലെ മൻസൂഖിന്റെ മേലിൽ ഖിയാസാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ഈ അഭിപ്രായം എന്തല്ല, അത് ഏകാഭിപ്രായമല്ല. ഈ മസലകളിലൊക്കെ എന്തുണ്ട്, എതിരഭിപ്രായം ഉണ്ട്, വഈഫായ അഭിപ്രായങ്ങൾ എതിരിലുണ്ട്. ശാരിയ പറയാൻ തഖദ്ദമ ആ മുസ്തസനയാത്തിലെ ഖിയാസ് ജായിസാണ് എന്നുള്ള അഭിപ്രായം ഞാൻ ഷറഹില് ഓരോന്നിന്റെയും കൂടെ ഷറഹില് പറഞ്ഞു. അതിന്റെ ന്യായം ഞാൻ പറഞ്ഞു. وقد تقدم توجيهه وليس النص على العلة لحكم ولو في جانب ترك أمرا بالقياس خلافا للبصري وثالثها التفصيل. ഇനി ഒരു ഹുക്കുമ് ശാരിഅ് പറഞ്ഞപ്പോ അതിന്റെ കൂടെ അതിന്റെ ഇല്ലത്തും കൂടി പറഞ്ഞു. ഹറംതു അലൈക്കും ഖംറ ലിസ്കാരിഹാ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് ആ ഖംറിനോട് മറ്റു മുസ്കിറാത്തിനെ ഖിയാസാക്കാനുള്ളതായിരിക്കുന്ന കൽപ്പനയാകുമോ ആകൂലേ? നമ്മൾ പറഞ്ഞ് കൽപ്പനയാകൂല. അത് ഹറംതു അലൈക്കും കുല്ല മുസ്കിരിൻ എന്ന് പറഞ്ഞ മാതിരി ആവൂല. ഹറംതു അലൈക്കും കുല്ല മുസ്കിരിൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, എല്ലാ മുസ്കിറും ഹറാമാണ് എന്നതിൽ അത് നസ്സായി. അതേസമയം ഹറംതു അലൈക്കുമുൽ ഖംറ ലിസ്കാരിഹാ, ഞാൻ ഖംറ ഹറാമാക്കിയത് അതിന്റെ ഇസ്കാറിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഖംറിനോട് വേറുള്ളതിനെ ഖിയാസാക്കി കണ്ട് അതൊക്കെ ഹറാമാണ് എന്ന് മനസ്സിലാക്കണം എന്നാവോ? ആകൂല. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എത്രയോ ദലീല് ഖിയാസാക്കേണ്ടതാണ്, ഖിയാസ് പിന്നെ തെളിവാണ് എന്നുള്ളതിന് ഒരുപാട് ആയത്ത് തെളിവ്, ഹദീസ് തെളിവ്, സഹാബത്തിന്റെ പിന്നെ പല സംഭവത്തിലും സഹാബത്തിന്റെ സുക്കൂത്തിയായ ഇജ്മാഇ തെളിവ്. പിന്നെ എങ്ങനെ ഒരു പിന്നെ ഇല്ലത്ത് പറഞ്ഞാല് അത് പിന്നെ ഖിയാസിന് തെളിവാകാതെക്കണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ ഒരു ദലീലും ഖിയാസ് ദലീലാണ് എന്നുള്ളതിന് പറഞ്ഞ ഒരു ദലീലും ഇല്ലാന്ന് വെക്കുക. ഫഅ്തബിറൂയാവുൽ അബ്സാറും ഉണ്ടായിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഹദീസുകളും ഉണ്ടായിട്ടില്ല, സഹാബത്തിന്റെ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു നസ്സ് മാത്രം എന്ത് കണ്ടു, പിന്നെ ഹറംതു അലൈക്കുമുൽ ഖംറ ലിസ്കാരിഹാ എന്ന് കണ്ടു. എന്നാ ഖിയാസ് ഖംറിനോട് ഖിയാസാക്കി ബാക്കിയുള്ളതൊക്കെ ഹറാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് അള്ളാഹുവിന്റെ വാക്കിന്റെ ധ്വനി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂലേ? അത് പറ്റൂല. കാരണം ആ ഇല്ലത്ത് പറഞ്ഞതിന് പല കാരണങ്ങളുണ്ടാവാം. അത് ഖിയാസ് അതിനോട് ഖിയാസാക്കാൻ വേണ്ടി പറഞ്ഞതായിക്കൊള്ളുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഹുക്കുമ് അതിന്റെ കാരണസഹിതം മനസ്സിലാക്കിക്കോട്ടെ. അങ്ങനെ മനസ്സിലാക്കിയാല് ആ ഹുക്കുമ് അനുസരിക്കാൻ ഏറ്റവും സഹായകമാകും. ആ ഹുക്കുമ് അനുസരിക്കുന്നതിൽ നല്ല ഉന്മേഷം മുക്കല്ലഫീങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഉന്മേഷത്തിനനുസരിച്ച് തോനെ കൂലി കിട്ടും എന്നൊക്കെ കാരണത്തിന് വേണ്ടി ആവാം എന്ത് പറഞ്ഞത്, ഈ ഇല്ലത്ത് പറഞ്ഞതൊക്കെ എന്തായിക്കൊള്ളില്ല, ഖിയാസാക്കാൻ വേണ്ടി ഖിയാസ് കൊണ്ട് കൽപ്പിക്കാകാനായിക്കൊള്ളണം എന്നില്ല.
അപ്പൊ നമ്മളെ വാക്കിലും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ. ഒരു യജമാനൻ പറഞ്ഞു, എന്റെ സാലിമ് എന്ന് പറഞ്ഞ അടിമനെ ഞാൻ ഇത്തുക്കല്ലിക്കണ്, ഓൻ നല്ലൊരു സൽസ്വഭാവിയായതിനു വേണ്ടി എന്ന് പറഞ്ഞാല് ഓന്റെ അടിമകളെ കൂട്ടത്തിൽ നിന്ന് സൽസ്വഭാവമുള്ളവരൊക്കെ ഇത്തുക്കാവോ? ഇത്തുക്കാവില്ലല്ലോ, ഓൻ മാത്രമല്ലേ ഇത്തുക്കാവുള്ളൂ എന്നതുപോലെ. പിന്നെ അപ്പോ കിയാസ് ന്റെ പിന്നെ ഇല്ലത്ത് ഒരു ഹുക്കുമിന്റെ ഇല്ലത്ത് ഷാരിഅ് തുറന്ന് പറഞ്ഞാലും തുറന്നു പറഞ്ഞില്ലെങ്കിലും ഒക്കെ കിയാസ് ഹുജ്ജത്ത് തന്നെയാണ്. തുറന്നു പറയുന്നിടത്ത് മാത്രം കിയാസ് ഹുജ്ജത്താണ് എന്ന് പറയാൻ പറ്റൂല. ആ തുറന്നു പറയലിന് ഈ കിയാസിന്റെ ഹുജ്ജിയത്തിലൊരു ദഖലുമില്ല. പിന്നെ കിയാസ് ഹുജ്ജത്താണ്, അതിന് ഈ ദലീലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കാരണം പറയാന്നുള്ളത്, ഹുക്കുമിന്റെ കാരണം പറയാന്നുള്ളത്, അത് പിന്നെ ആ ഹുക്കുമിൽ മറ്റുള്ളതിനെ കിയാസാക്കാനുള്ള ആഹ്വാനം ആകൂല. അത് പിന്നെ കിയാസ് സുബൂത്തിന്റെ ജാനിബിലും ആവൂല, നഫീന്റെ ജാനിബിലും ആവൂല എന്നാണ് മുഅ്തമദ്. ബസരി പറഞ്ഞു, അബുൽ ഹുസൈൻ അൽ ബസരി എന്ന് പറഞ്ഞ മുഅ്തസിലി, അയാള് പറഞ്ഞാണ് അത് നഫിന്റെ ജാനിബിലാണെങ്കിലും ഇസ്ബാത്തിന്റെ ജാനിബിലാണെങ്കിലും ഇല്ലത്ത് പറയാന്നുള്ളത് കിയാസാക്കാനുള്ള ആഹ്വാനമാണ്. ചിലര് മൂന്നാമത്തെ കൗല് തഫ്സീല്, അത് നഹീന്റെ ജാനിബിലാണെങ്കിൽ എന്താണ്, അത് പിന്നെ കിയാസാക്കാനുള്ള ആഹ്വാനമാണ്. ആ ഇസ്ബാത്തിന്റെ ജാനിബിലാണെങ്കിൽ ആഹ്വാനമല്ല. അപ്പൊ മൂന്നഭിപ്രായം. എന്തായാലും ആഹ്വാനല്ല. രണ്ട്, എന്താണ്, എന്തായാലും ആഹ്വാനാണ്. മൂന്നാമത്തത് ഈ നഫീന്റെ ജാനിബില് അത് കൽപ്പനയാണ്, മറ്റേ ഇസ്ബാത്തിന്റെ ജാനിബില് അല്ല. ഓരോന്നിന്റെയും തെളിവ് ഷറഹിൽ വരും. പിന്നെ വലൈസന്നസു അലൽ ഇല്ലത്തി ലിഹുക്മിൻ, ഒരു ഹുക്മിന്റെ ഇല്ലത്തിന്റെ മേലിൽ നസ്സാക്കല് വലൗ ഫീ ജാനിബി തെർക്കി, തെർക്കിന്റെ ജാനിബിലാണെങ്കിലും അംറൻ ബിൽ ഖിയാസി, ഖിയാസാക്കൽ കൊണ്ടുള്ള കൽപ്പനയല്ല. അലൈസ അംറൻ ബിഹി ലാ ഫീ ജാനിബിൽ ഫിഅലി നഹ്വു അക്രിം സൈദൻ ലിഇൽമിഹി, അക്രിം സൈദൻ ലിഇൽമിഹി, സൈദിനെ ബഹുമാനിച്ച് അതിന് ഓന്റെ ഒരു ആലിമായതിനു വേണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അത് സെയ്ദിന്റെ മറ്റേ സെയ്ദിനെ പോലെ ഇൽമുള്ളവരൊക്കെ ബഹുമാനിക്ക് എന്ന് ഈ വാക്ക് കൊണ്ട് മാത്രം എന്താണ് വരൂല. പക്ഷെ വരും. എന്തിനു വേണ്ടി വരും? അല്ലാഹു തആല ഫഅതബിറു എന്ന് പറഞ്ഞതുകൊണ്ട് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ്, സുബ്ഹാനോട് വന്ന് കണ്ട് ഒരു പെണ്ണ് ചോദിച്ചില്ലേ, എന്റെ ഇമ്മ മരിച്ചുപോയി ഹജ്ജ് ചെയ്യാതെ, ഞാൻ ഹജ്ജ് ചെയ്താൽ മതിയാവുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ഉമ്മാക്ക് ഒരു കട ഉണ്ടെങ്കിൽ വീട്ടിയാൽ മതിയാവുക ചോദിച്ചു. ആ മതിയാവും എന്ന് പറഞ്ഞു. എന്നാല് അള്ളാഹുവിന്റെ കടമാണ് ഹജ്ജ്, അത് വീട്ടിയാലും മതിയാവും എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹാബത്ത് ഒരുപാട് വിഷയത്തിൽ ഖിയാസാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഷറഇൽ പാക്കിനും സൈദൽ ഇൽമിഹി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അപ്പോ ഖിയാസാക്കേണ്ടതാണ്. കാരണം ഒന്നാം നമ്പർ കാരണം ഹുക്കുമും പറഞ്ഞു, ഹുക്കുമിന്റെ ഇല്ലത്തും തന്നെ നസ്സിൽ വന്നു. അപ്പൊ എന്തായാലും ഈ ദലീലുകൾ ഒന്നും ഇല്ലാന്ന് വെക്കുക, വെറും അക്രിം സൈദൽ ഇൽമിഹി എന്ന് പറഞ്ഞാൽ അത് എന്താവുമോ, ഈ ഹുക്കുമില് സൈദിനോട് എല്ലാരെയും ഖിയാസാക്കണം എന്നാവുമോ? അവിടെയാണ് തർക്കം. ആക്കിരിം സൈദന്റെ ഇൽമിഹി വലാ ഫീ ജാനിബി തർക്കി, അതുപോലെ തെർക്കിന്റെ ജാനിബിലും എന്തല്ല ഇല്ലത്ത് പറയൽ എന്താവൂല, പിന്നെ ഖിയാസ് കൊണ്ടുള്ളതായ കൽപ്പനയാവൂല. ഉദാഹരണം, അൽ ഖംറു ഹറാമുൽ ലിസ്കാരിഹ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ മുസ്കിറാത്തും ഹറാമാണെന്ന്. അതുകൊണ്ട് മാത്രം, അഥവാ വേറെ ദലീലുകളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ട് മാത്രം നമുക്ക് എന്താണ് ഖംറിനോട് വേറുള്ള മുസ്കിറാത്തിനെ ഖിയാസാക്കാൻ അള്ളാഹു കൽപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോ അതല്ല ഇത്. പിന്നെ ഈ ദലീലുകളെ കൊണ്ടൊക്കെയാണ്, നമ്മൾ ഈ പറഞ്ഞ ദലീല് കൊണ്ടൊക്കെയാണ് ഖിയാസിന്റെ ഹുജ്ജിയത്ത് സുബൂത്താകുന്നത്. ഖിലാഫൻ, കാരണം ഈ വെറും ഇല്ലത്ത് പറയാന്നുള്ളത് എന്താവൂല, ഖിയാസ് അത് ഖിയാസാക്കാൻ വേണ്ടി കൽപ്പിക്കാനായിക്കൊള്ളുന്നില്ല.
അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയത് അത് കാരണസഹിതം എന്ത് ചെയ്യുക, ഹുക്കം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ അതനുസരിക്കാൻ ഏറ്റവും എളുപ്പമാണ്, അനുസരിക്കാൻ കൂടുതൽ ഉന്മേഷം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ആവാം. ഖിലാഫൽ ബസരിയ്യ ബിൽ ഹുസൈൻ ഫി ഖൗലിഹി فخلافا للبصري أبي الحسين في قوله إنه أمر به في الجانبين إذ لا فائدة لذكر العلة إلا ذاك. കാരണം ഇല്ലത്ത് പറയലിന് ഏത് ഖിയാസ് കൊണ്ടുള്ളതായ കൽപ്പനയല്ലാതെ ഒരു ഫായിദല്ല. ഹത്താ എന്ന് വെക്കുമ്പോൾ ലൗലം യരിദി തഅബ്ബുദു ബിൽ ഖിയാസി, ഖിയാസ് കൊണ്ടുള്ള തഅബ്ബുദ് അഥവാ ഖിയാസ് ഹുജ്ജത്താണ് എന്നതിനുള്ള ദലീലുകൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉസ്തുഫീദ ഫീ ഹാദിഹി സൂറ, ഉസ്തുഫീദൽ ഖിയാസു ഐ ഉസ്തുഫീദ തഅബ്ബുദു ബിൽ ഖിയാസി ഉസ്തുഫീദ തക്ലീഫു ബിൽ ഖിയാസി ഫീ ഹാദിഹി സൂറ. ഖുൽനാ, നമ്മൾ പറയും ലാ നുസല്ലിമു അന്നഹു ലാ ഫായിദത ഫീഹി ഇല്ലാ ദാലിക്, നമ്മൾ സമ്മതിക്കൂലായത് ഇല്ലത്ത് പറയുന്ന ഖിയാസാക്കാനുള്ളതായ കൽപ്പന അല്ലാതെ ഒരു ഫായിദ ഇല്ലാന്ന് നമ്മൾ സമ്മതിക്കൂല. ബലിൽ ഫായിദത്തു ബയാനു മുദറക്കിൽ ഹുക്കും, അതിന്റെ ഫായിദ എന്താണ്? ഹുക്കുമിന്റെ ഇല്ലത്ത് അറിയലാണ്, ഇല്ലത്ത് ബയാൻ ചെയ്യലാണ്. എന്തിനാ ഇല്ലത്ത് ബയാൻ ചെയ്യണത്? യകൂന, ഹുക്കുമാകാൻ വേണ്ടി. ഔഖഅ ഫിൻ നഫ്സി, മുക്കല്ലഫിന്റെ നഫ്സിൽ നല്ലോ ഉറക്കാൻ വേണ്ടി. കാരണം അള്ളാഹു കൽപ്പിച്ചു, ഇന്നൊരു കാര്യം കൽപ്പിച്ചു, ആ കൽപ്പിച്ചതിന്റെ കാര്യം എന്നതാണ്, കാരണം എന്നതാണ് എന്ന് അറിഞ്ഞാൽ ആ ഹുക്കുമ് നല്ലോ മനസ്സ് പതിയും. പിന്നെ അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒരേ ജമാനൻ, ഞാൻ എൻ്റെ സാലിം അറിഞ്ഞ അടിമനെ ഞാൻ ഇസക്കല്ലി എന്തിനു വേണ്ടി? അവന്റെ സൽസ്വഭാവത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് കൊണ്ട് മറ്റുള്ള എല്ലാ സൽസ്വഭാവികളായ അടിമകളും ഞാൻ ഇസക്കല്ലി എന്ന് അതിനർത്ഥം വരുമോ? വരൂല. അപ്പൊ പിന്നെ അതുകൊണ്ടൊന്നുമല്ല ഏത് ഖിയാസ് ഹുജ്ജത്താന്ന് വരുന്നത്, മറ്റു ദലീലുകളെ കൊണ്ടാണ്. وثالثها وهو قول أبي عبد الله البصري التفصيل أي إنه أمر به في جانب الترك دون الفعل. തെർക്കിന്റെ ജാനിബില് എന്താണ് അത്? പിന്നെ ഇതന്നെയാണ് തെർക്കിന്റെ ജാനിബില് ഇല്ലത്ത് പറയൽ ഖിയാസ് കൊണ്ടുള്ള കൽപ്പനയാണ്. അപ്പൊ ഹറംതുൽ ഖംറ ലിസ്കാരിഹ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മുസ്കിറാത്തിനും ഒഴിവാക്കണം. കാരണം ഒരു വിഷയത്തിനെ തൊട്ട് പിന്നെ നിരോധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മഫ്സദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. മഫ്സദത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എല്ലാ ഇസ്കാറിനും രക്ഷപ്പെടണം. നേരെ മറിച്ച് കൽപ്പിക്കുന്നത് ഒരു മസ്ലഹത്തിന് വേണ്ടിയാണ്. അപ്പം മസ്ലഹത്ത് ചിലത് കൊണ്ട് തന്നെ കിട്ടും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ് സെയ്ദിന് സദഖ ചെയ്യ്, കാരണം ഓൻ ഫക്കീറായതിനു വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റൂല? എല്ലാ ഫുഖറാവിനും സദഖ ചെയ്യേണ്ടതാണ്, എല്ലാ ഫുഖറാവിനും സദഖ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം ഒരു മസ്ലഹത്ത് കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. ആ മസ്ലഹത്ത് എന്താണ്? ഈ ഒരു സെയ്ദിന് കൊടുക്കൽ കൊണ്ട് തന്നെ കരസ്ഥമായേക്കാം. അപ്പോ തെർക്കിന്റെ ജാനിബും ഫിഅലിന്റെ ജാനിബും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിഅല് എന്തിനു വേണ്ടിയാണ്? ഒരു മസ്ലഹത്തിന് വേണ്ടിയാണ്. തെർക്ക് മഫ്സദത്ത് ഇല്ലാതാകാനാണ്. മഫ്സദത്ത് ഇല്ലാതാകണമെങ്കിൽ ഇത് വേണം. ഉദാഹരണത്തിന് ഇസ്കാറുള്ള എല്ലാ സാധനത്തിനും ഒഴിവാക്കേണ്ടി വരും. വെറും ഹംറിനെ മാത്രം ഒഴിവാക്കിയത് കൊണ്ട് ആവൂല. അപ്പോ തെർക്കിന്റെ ജാനിബില് ഇല്ലത്ത് പറയൽ ഖിയാസ് കൊണ്ടുള്ളതായ കൽപ്പനയാണ്, ഫിഅലിന്റെ ജാനിബിലല്ല എന്ന് തഫ്സീർ. وثالثها وهو قول أبي عبد الله البصري التفصيل إنه أمر به في جانب الترك دون الفعل أن العلة في الترك المفسدة.
وإنما يحصل الغرض من انعدامها وإنما يحصل الغرض എന്താണ് غرض من انعدامها انعدام المفسدة എന്ന غرض إنما يحصل بالامتناع من كل فرد مما تصدق عليه العلة ഇല്ലത്ത് സാധിക്കാവുന്ന എല്ലാ ഫർദിൽ നിന്നും എല്ലാ മുസ്കിറാത്തു നിന്നും വിലങ്ങി നിൽക്കൽ കൊണ്ടല്ലാതെ എന്താവൂല മഫ്സദത്ത് ഇല്ലാതാവൂല. അതേസമയം വല്ല ഇല്ലത്തു ഫിൽ ഫിഇലിൽ മസ്ലഹത്തു ഫിഇലിലുള്ള ഇല്ലത്ത് മസ്ലഹത്തേക്കാരം വയഹ്സുലുൽ ഖർദു മിൻ ഹുസൂലിഹാ ബിഫർദ് വയഹ്സുലുൽ ഖർദു ഖർദ ഹസിലാകും. എന്താണ് ഖർദ്? മിൻ ഹുസൂലിഹ മസ്ലഹത്ത് ഹാസിലാകുക എന്നുള്ള ഖർദ്, ഫിഇലിനാലുള്ള ഖർദ് മസ്ലഹത്ത് ഹാസിലാകുക എന്നുള്ള ഖർദ് ഹാസിലാവും ബിഫർദിൻ ഒരു ഫർദ് കൊണ്ട് തന്നെ ഹാസിലാവും. كلها قوله من كل فرد مما تصدق عليه العلة ممنوع بل يكفي عن كل فرد مما يصدق عليه المعلل. ഏത് മഫ്സദത്ത് ഇല്ലാതാകുക എന്നുള്ള ഖർദ് ഇല്ലത്തുള്ള എല്ലാറ്റിനെ തൊട്ടും വിലങ്ങിക്കലുകൊണ്ട് അഥവാ എല്ലാ മുസ്കിറാത്തിനെ തൊട്ടും വിലങ്ങിക്കലുകൊണ്ട് പിന്നെ ഈ മഫ്സദത്ത് ഇല്ലാതാകുക എന്നുള്ള ഖർദ ഹസിലാവുകൊള്ളെന്ന് ഇവർ പറഞ്ഞല്ലോ, അത് നമ്മൾ സമ്മതിക്കൂല. മുഅല്ലലിന്റെ എല്ലാ ഫർദും എന്ത് ചെയ്താൽ മതി? വിലങ്ങി നിന്നാ മതി. അപ്പോ ഹറാമത്തുൽ ഖംറൽ ഇസ്കാരി എന്നാ പറഞ്ഞു, ഹംറിന്റെ ഇസ്കാറിന് വേണ്ടി ഹംറിനെ ഹറാമാക്കി. അപ്പൊ ഹംറ് എന്ന് അതിന്റെ ഫർദുകളി സയ്യിദിന്റെ അടുത്തുള്ള ഹംറ്, അമ്രിന്റെ അടുത്തുള്ള ഹംറ്, ബക്കറിന്റെ അടുത്തുള്ള ഹംറ്, എല്ലാ ഹംറുകളിൽ നിന്നും വിലങ്ങി നിന്നാ മതി. എല്ലാ മുസ്കിറാത്തു നിന്നും വിലങ്ങി നിന്നോളന്നില്ല മഫ്സദത്ത് ഇല്ലാതാകാൻ. കാരണം ഈ പറഞ്ഞതുകൊണ്ട് ഏത് മഫ്സദത്താണ്? ഹംറിന്റെ ഇസ്കാർ മഫ്സദത്താണ് എന്നാവുന്നത്, മൊത്തം ഇസ്കാർ മഫ്സദത്താണ് എന്നല്ല. അപ്പൊ ഹംറ് എന്ന് പറയപ്പെടുന്ന എല്ലാറ്റിൽ നിന്നും വിലങ്ങിക്കണം, എന്നാല് മഫ്സദത്ത് ഇല്ലാതായി. എല്ലാ മുസ്കിറാത്തു നിന്നും വിലങ്ങി നോളന്നില്ല. അപ്പൊ ചുരുക്കത്തില് എന്തില്ല? തെർക്കും ഫിഅലും തമ്മിൽ ഫർക്കില്ല. അപ്പൊ തെർക്കിന്റെ ആനിബിലാണെങ്കിലും ഫിഅലിന്റെ ആനിബിലാണെങ്കിലും രണ്ടിലും എന്തല്ല? ഇല്ലത്ത് പറയൽ അത് ഖിയാസ് കൊണ്ടുള്ളതായിരിക്കും, അമ്രല്ല. ഖിയാസ് കൊണ്ടുള്ള അമ്ര മറ്റു ദലീലുകളൊക്കെയാണ്. وأركانه القياس أربعة: مقيس عليه ومقيس ومعنى مشترك بينهما وحكم للمقيس عليه يتعدى بأصلة المشترك إلى المقيس. അപ്പോ ഖിയാസിന്റെ അർക്കാന് എന്ന് പറഞ്ഞാൽ ഖിയാസ് ഉണ്ടാകാൻ ആവശ്യമായ വസ്തുക്കൾ, ഖിയാസ് ഉണ്ടാകാൻ ആവശ്യമായ വസ്തുക്കൾ, അത് ഒരു മഖീസ് അലൈഹി വേണം. ഏതുപോലെ പിന്നെ ഗോതമ്പ് പോലെ ഒരു മഖീസ് വേണം. ഏതുപോലെ തുഫാഹ് പോലെ. പിന്നെ ഒരു ഹുക്മ് വേണം. ഒരു ഹുക്മ് വേണം. അതേതാ? അത് ഈ ബുറിന്റെ റിബവിയ്യത്ത്, ബുറ് റിബാകുക എന്നുള്ളത്. ആ ഹുക്മും ചെയ്യും ജാമിഅ വാസിത്തായിട്ട്, അതായത് ഇല്ലത്ത് വാസിത്തായിട്ട് അത് എവിടേക്ക് വിട്ടെടുക്കും? തുഫാഹിക്ക് വിട്ടെടുക്കും. അപ്പോ പിന്നെ മഖീസ് അലൈഹി ബുറ്, മഖീസ് തുഫാഹ്, ജാമിഅ ഇല്ലത്ത് രണ്ടും എന്താകുക? ഭക്ഷണ സാധനാകുക എന്നുണ്ട്. ആ ഭക്ഷണ സാധനം ആവുക എന്ന ആ ഇല്ലത്ത് വഴിയായിട്ട് ബുറിന്റെ റിബവിയ്യത്ത്, ബുറില് സുബൂത്തായ റിബവിയ്യത്ത് എവിടേക്ക്? തുഫാഹിലേക്ക് വിട്ടടന്നു. അപ്പൊ ഈ ഖിയാസിന്റെ അർക്കാന് ബുറ് മഖീസ് അലൈഹി, തുഫാഹ് മഖീസ്, പിന്നെ തുഅമ് അത് ഇല്ലത്ത്, പിന്നെ ഹുക്മ് റിബവിയ്യത്ത്. ആ റിബവിയ്യത്ത് എയിന്ന് വിട്ടടക്കണ്? ഈ ബുറന്ന് തുഫാഹിലേക്ക് തുഅമ് എന്ന ഇല്ലത്ത് മുഖേന വിട്ടടക്കുന്നു. ഈ 4 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഖിയാസ് ഉണ്ടാകുന്നത്. ولما كان يعبر عن الأولين منهما بالأصل والفرع على خلاف في ذلك ذكره في ضمن تعديدها فقال الأصل وهو محل
الأصل وهو محل الحكم المشبه به وقيل دليله وقيل حكمه. പിന്നെ ഈ മഖീസ് അലൈഹിക്ക് അസ്ല് എന്ന് പറയും, മഖീസിന് ഫറഇ എന്നും പറയും. പക്ഷേ അത് രണ്ടിനും ആണോ അസ്ല് ഫറഇ എന്ന് പറഞ്ഞത് അതിൽ ഖിലാഫുണ്ട്. ചില ഇസ്തിലാഹ് എടുക്കല് ചില ആളുകളുടെ ഇസ്തിലാഹില് അസ്ല് എന്ന് പറഞ്ഞ മഖീസ് അലൈഹിനെ കൊണ്ടാണ്. മറ്റു ചില ഇസ്തിലാഹിൽ അസ്ല് എന്ന് പറഞ്ഞ മഖീസ് അലൈഹിന്റെ ദലീലിനെ കൊണ്ടാണ്. മഖീസ് അലൈഹിൽ ഹുക്കുമുണ്ട് എന്ന് അറിയിക്കുന്ന ആയത്ത് അല്ലെങ്കിൽ ഹദീസ് അല്ലെങ്കിൽ ഇജ്മാ, അതിനെ കൊണ്ടാണ് അസ്ല് എന്ന് പറഞ്ഞത്. ചിലരുടെ ഇസ്തിലാഹ് അനുസരിച്ച് മഖീസ് അലൈഹിന്റെ ഹുക്കുമിനെ കൊണ്ടാണ്, അഥവാ ഖംറിന്റെ പിന്നെ ഹുർമത്ത് അതിനെ കൊണ്ടാണ്. പിന്നെ മഖീസ് അലൈഹിനെ കൊണ്ട് അസ്ല് എന്ന് പറയുന്നോല് മഖീസിനെ കൊണ്ട് ഫറഇ എന്ന് പറയും. മഖീസ് അലൈഹിനെ കൊണ്ട് അസ്ല് എന്ന് പറയുന്നോല് മഖീസിനെ കൊണ്ട് ഫറഇ എന്ന് പറയും. മഖീസ് അലൈഹിന്റെ ഹുക്കും ദലീലാണ് അസ്ല്, അല്ലെങ്കിൽ മഖീസ് അലൈഹിന്റെ ഹുക്കുമാണ് അസ്ല് എന്ന് പറയുന്നോല് മഖീസിന്റെ ഹുക്കുമാണ് ഫറഇ എന്ന് പറയും. ബുറിനെ കൊണ്ട് ബുറാണ് അസ്ല് എന്ന് പറയുന്നോല് അപ്പൊ ഫറഅതാണ് അറിയും, തുഫാഹാണ് എന്നറിയും. ബുറില് റിബ ഉണ്ട് എന്നുള്ള ആ സഹീഹിന്റെ ഹദീസാണ് അസ്ല് എന്ന് പറയുന്നോല്. അതുപോലെ ആ ബുറിന്റെ ഹുക്കുമ് അഥവാ റിബവിയത്തുൽ ബുറ് അതാണ് അസ്ല് എന്ന് പറയുന്നോല്. ഇത് രണ്ടും അറിയുന്നോലും ഫറഇ എന്ന് പറഞ്ഞ ഏതാണ് എന്ന് പറയും, അത് തുഫാഹിന്റെ റിബവിയത്താണ് എന്ന് പറയും. അത് ഈ ഇസ്തിലാഹിലുള്ള ഒരു ഖിലാഫ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ മുസന്നിഫ് എന്ത് ചെയ്തു? അവലൈനെ തൊട്ടും മഖീസിനെ തൊട്ടും മഖീസ് അലൈനെ തൊട്ടും മിൻഹാ ഈ അർക്കാനിൽ നിന്ന് അവലൈനെ തൊട്ട് അസ്ല് എന്നും ഫറഇ എന്നും പറയപ്പെടും ഇബാറത്തിടപ്പെടുന്നതായപ്പോൾ അലാ ഖിലാഫിൻ ഫീ ദാലിക്, ആ തഅബീറുൽ ഖിലാഫ് ഉണ്ട്. അത് രണ്ടിനെ കൊണ്ടും ആണോ പറയാ, അതോ രണ്ടിന്റെ ഹുക്കുമിനെ കൊണ്ടാണോ പറയാ, അതോ അങ്ങനൊക്കെ അലാ ഖിലാഫിൻ ഫീ ദാലിക ദക്കറഹു. അങ്ങനെ ആയപ്പോൾ ആ ഖിലാഫിനെ മുസന്നിഫ് പറഞ്ഞു ഫീ ളിംനി തഅദീദിഹാ, ഈ അർക്കാനുൽ ഖിയാസ് എണ്ണിന്റെ അടിയിൽ കൂടെ ആ ഖിലാഫ് എന്ന് പറഞ്ഞു. ഫഖാല എന്നിട്ട് പറഞ്ഞു അൽ അവ്വലുൽ അസ്ലു, മഖീസ് അലൈഹി അതാണ് അസ്ല് ഉണ്ടോ, അതിനാണ് അസ്ല് എന്ന് പറയാം. വഹുവ മഹല്ലുൽ ഹുക്മി, അത് അപ്പൊ അസ്ല് പറഞ്ഞതാണ് മഹല്ലുൽ ഹുക്മി, ഹുക്മിന്റെ മഹല്ല്. ബുറ് അൽ മുശബ്ബഹു ബിഹി ബിർറഫഇ സിഫത്തുൽ മഹല്ലി. അൽ മുശബ്ബഹു ബിഹി എന്നാണ്, അൽ മുശബ്ബഹി ബിഹി എന്നല്ല. കാരണം ഇവിടെ ഒരു മുദാഫ് ഉണ്ട്, ഒരു മുദാഫ് ഇലൈഹി ഉണ്ട്. സിഫത്ത് ദൈന്റെ സിഫത്താണ്, മുദാഫിന്റെ സിഫത്താണ്, മുദാഫ് ഇലൈഹിന്റെ സിഫത്തല്ല. മഹല്ലുൽ ഹുക്മി അൽ മുശബ്ബഹു ബിഹി, അങ്ങനത്തെ മഹല്ല്, ആ മഹല്ലിനോട് മറ്റൊന്നിനെ തശ്ബീഹാക്കപ്പെടും. ആ ബുറിനോട് തുഫാഹിൽ തശ്ബീഹാക്കപ്പെടും. അപ്പൊ ബിറഫിൽ സിഫത്തുൽ മഹല്ലി മഖീസ് അലൈഹിക്കാണ് അസ്ല് എന്ന് പറയാം. വഖീല പറയപ്പെട്ടു ദലീലുഹു ഐ ദലീലുൽ ഹുക്മി, ഹുക്മിന്റെ ദലീല്, ഹുക്മിന്റെ അസ്ൽ മഖീസ് അലൈഹിന്റെ ഹുക്മിന്റെ ദലീലിനെ കൊണ്ടാണ് അസ്ല് എന്ന് പറയാം. ഹുക്മിൽ മഹല്ലിൽ മദ്കൂർ അല്ല, വഖീല ഹുക്മുഹു പറയപ്പെട്ടു ദലീലുൽ ഹുക്മി, ഹുക്മിന്റെ ദലീലാണ്. വഖീല ഹുക്മുഹു ഹുക്മുൽ മഹല്ലിൽ മദ്കൂർ വസയതി അന്നൽ ഫറഹ അൽ മഹല്ലുൽ മുശബ്ബഹ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അവിടെ നിന്നോട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ.